ശരാശരി 35 കിലോ ഒക്കെ പൊളിക്കുമെന്നാണ് ഇവർ പറയുന്നത്. ഇതുണ്ടോ ഇങ്ങനെയാണ് പൊളിക്കുന്നത്. ഒരുപാട് പേരുണ്ട് ഇവിടെ, അമ്മമാരൊക്കെ ഉണ്ട്. അപ്പോൾ ഇവർ രാവിലെ ഇങ്ങോട്ട് വരികയാണ്, ഒരു വീട്ടിൻ്റെ മുറ്റത്തേക്ക് അടക്കി കൊണ്ടുവന്നിട്ട് കൊടുക്കും. അതിങ്ങനെ പൊളിച്ച് എടുക്കുകയാണ്. വൈകുന്നേരം ആകുമ്പോഴത്തേക്കും നമ്മുടെ സ്പീഡ് പോലെ 30-35 കിലോ ഒക്കെ പൊളിച്ചെടുക്കും എന്നുള്ളതാണ്. അപ്പോൾ ഇത് തൂക്കി എത്രയാണോ അവരൊരു പൊളിച്ചത് അതിനുള്ള പൈസ കൊടുക്കുക ചെയ്യുക. നമസ്കാരം, എല്ലാവർക്കും ജിത്തൂസ് ജാനയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്ന് നമ്മുടെ രസകരമായൊരു വ്യത്യസ്തമായൊരു വീഡിയോ ചെയ്യാനായിട്ട് വന്നിരിക്കുകയാണ്. നമ്മളിപ്പോൾ ഒരു കവുങ്ങും തോട്ടത്തിലാണുള്ളത്. ഇപ്പോൾ വയനാട്ടിൽ കംപ്ലീറ്റ് ഈ കവുങ്ങ് അടയ്ക്ക പറിക്കുന്ന സീസണാണ്. അതായത് പൈങ്ങ, മൂത്ത പൈങ്ങ, അതായത് പഴുത്തതല്ല, ഒരു ഇടപ്രായ ഒരു മൂത്ത അടയ്ക്കാണ് പൈങ്ങ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് പാൻ മസാല അതുപോലുള്ള പാക്കിനൊക്കെ പോകുന്നതാണ്. അപ്പോൾ ഇത് പറിക്കുന്ന ഒരു വെറൈറ്റി അല്ല, ഒരു വ്യത്യസ്തമായ ഒരു കാഴ്ചയാണ്. നമ്മൾ വയനാട്ടിലുള്ളവർക്കൊന്നും ഇത് പ്രത്യേകിച്ച് പറഞ്ഞു കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. പക്ഷെ വയനാടിന് പുറത്തുള്ളവർ പലരും ഇത് കണ്ടിട്ടുണ്ടാവില്ല. അല്ലെങ്കിൽ നമ്മുടെ വയനാട്ടിലുള്ളവരാണെങ്കിൽ തന്നെ കുട്ടികളൊന്നും അധികം കണ്ടിട്ടുണ്ടാവില്ല. ഒരു കവുങ്ങെ കൂടെ ഇങ്ങനെ തളപ്പിട്ട് കയറിയിട്ട് അതിന് മുകളിൽ ചെന്നിട്ട് ആ കവുങ്ങിൽ നിന്ന് അടുത്ത കവുങ്ങിലേക്ക് ഇങ്ങനെ ചാടി പറിക്കുന്ന ഒരു രീതിയാണ്. അത് പറിക്കുന്നതൊക്കെ കാണാൻ ഭയങ്കര ഒരു ചാക്കിട്ട് പറിച്ച് അത് കഴിഞ്ഞാൽ അത് തല്ലിക്കൊഴിച്ച് ഇവിടെ കുറേ സ്ത്രീകളുണ്ട്, അവർ ഇത് പൊളിക്കുകയാണ്. അതിന് തൂക്കത്തിനാണ് റേറ്റ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ കാണും, അല്ലെങ്കിൽ കാണാത്തവരുടെ കാഴ്ചയിലേക്ക് നമ്മളിന്ന് ഉൾപ്പെടുത്തുകയാണ്. എന്തായാലും നമുക്ക് ബാക്കി വിശേഷങ്ങളും കാഴ്ചകളൊക്കെ നേരെ വീഡിയോയിൽ ചെന്നിട്ട് കാണാം. എപ്പോഴും പറയാറുള്ള പോലെ നമ്മുടെ ചാനൽ ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് നിങ്ങളെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾ ഫേസ്ബുക്കിലൂടെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ? ഓക്കെ. അപ്പോൾ നമ്മൾ ഈ അടയ്ക്ക പറിക്കുന്ന സ്ഥലത്തേക്ക് എത്തി, കവുങ്ങോട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ കൂടെ കുറച്ച് പഴുത്ത അടയ്ക്കൊക്കെ ഉണ്ട് കേട്ടോ. ഇതുണ്ടോ, ഇത് മുറുക്കാൻ പോകുന്നതാണ്. അതല്ലാതെ ഈ പൈങ്ങ എന്ന് പറയുന്ന ഒരു പ്രായം ഇതാണ്. ഇതുണ്ട് ഇങ്ങനെ ചാക്കിലേക്ക് പറിച്ച് വെച്ചിരിക്കുകയാണ്. ഇതാണ് ഒരു പൈങ്ങ പ്രായം. അപ്പോൾ ഇത് പറിക്കുന്നത് ഭയങ്കര രസമാണെന്നുള്ളതാണ്. കവുങ്ങ കയറാൻ പോവുകയാണ്. ഇതാ തളപ്പൊക്കെ ഇട്ട് എങ്ങനെയുണ്ട് നോക്കാം. ഇതാണ് ഈ കവുങ്ങ കയറുന്ന ഒരു രീതി. ആണോ ആണോ ഫിനിഷ് മുകളിലെത്തി എന്നുള്ളതാണ്. ഇനിയിപ്പോൾ അതിൽ നിന്ന് പറിച്ചിട്ട് അടുത്ത കവുങ്ങിലേക്ക് കയറുന്ന ഒരു കാഴ്ചയാണ്. അമ്പോ, വെയിലാണെങ്കിൽ കണ്ണി കുത്തിയിട്ട് ഒരു രക്ഷയില്ല. എന്താ അല്ലേ, ഓരോരോ കൃഷി രീതികൾ അല്ലെങ്കിൽ ഓരോരോ ജോലികൾ. ഇതുണ്ടോ അടുത്ത മരത്തിലേക്ക് ചാടി കയറുന്നുണ്ടോ, ഇങ്ങനെയാണ് ഇതിൽ കയറുന്നത്. അപ്പോൾ ഇത് നല്ല ഹൈറ്റുള്ള മരങ്ങളാണ്, അതുകൊണ്ടാണ് നമുക്ക് ഒരു കിട്ടുക. കണ്ടോ, ഇതൊക്കെ നല്ല എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ തന്നെ കിട്ടുള്ളൂ എന്നുള്ളതാണ്. ഇങ്ങനെ ചെയ്യാൻ കഴിയുള്ളൂ. ഇതുണ്ടോ അതിൻ്റെ മുകളിലേക്ക് കയറുന്നുണ്ടോ, അങ്ങനെ കയറി അവിടുന്ന് പറിച്ച്. അപ്പോൾ താഴെ വീഴുമ്പോൾ ഇത് അടർന്ന് പോരുതല്ലോ, അതിന് ചാക്ക് താഴെ പിടിക്കും. ആ ചാക്കിലേക്കാണ് ഇത് പറിച്ചിടുക എന്നുള്ളതാണ്. അപ്പോൾ പറിച്ചിടുന്ന നോക്കുക. അത് അരയിൽ ഒരു പ്രത്യേക കത്തിയൊക്കെ ഉണ്ട്, നല്ല അടിപൊളി സംഭവങ്ങളാണ്. അപ്പോൾ ഇതുണ്ട് ഇതിങ്ങനെ മുറിച്ച് അവിടുന്ന് ഇറക്കുകയാണ്. ഉണ്ടോ, അപ്പോൾ ഇന്നത്തെ കുട്ടികളൊക്കെ ഒരു പക്ഷേ ഇത് കണ്ടിട്ടുണ്ടാവില്ല. അതുകൊണ്ടാണ് നമ്മൾ നമ്മുടെ വീഡിയോയിലൂടെ ഇതിങ്ങനെ കാണിക്കുന്നത്. ഇതുണ്ടോ ഒരു കവുങ്ങിലാണ് കയറുന്നത്, എന്നിട്ട് എല്ലാ കവുങ്ങിലേക്കും ഇങ്ങനെ ചാടി ചാടി ഇങ്ങനെ പോകുന്നൊരു കാഴ്ചയാണ് നമുക്ക് ഇവിടുന്ന് കാണാൻ കഴിയുന്നത്. അത് കഴിഞ്ഞാൽ ആ കവുങ്ങിലൊക്കെ അടയ്ക്ക നമ്മൾ നേരത്തെ കണ്ടുപോലെ തന്നെ പറിച്ചു കഴിഞ്ഞാൽ താഴേക്ക് ഇടും. താഴേക്ക് ഇടുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇത് ഇവിടെ ചാക്ക് പിടിച്ചിട്ട് കുറച്ച് ആളുകൾ ഇവിടെ നിൽക്കും. ഈ ചാക്കിലേക്കാണ് വീഴിക്കുന്നത്. കണ്ടോ, അത് അടർന്ന് പോവാതിരിക്കാൻ വേണ്ടി. ഇതിൻ്റെ ഏറ്റവും രസകരമായ കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരൊറ്റ കവുങ്ങ് കയറിയിട്ട് അടുത്ത കവുങ്ങിലേക്ക് ഇങ്ങനെ ചേർന്ന് കയറുന്നതാണ്. അടുത്ത കവുങ്ങിലേക്ക് കയറുന്നേ, അതാണ് ഏറ്റവും രസകരമായ അല്ലെങ്കിൽ ഏറ്റവും ആശ്ചര്യകരമായ കാര്യം എന്നൊക്കെ പറയുന്നത്. നമ്മുടെ ക്യാമറയുടെ ഒരു പരിമിതിയാണ്, അത്രയും ലോങ് ആയതുകൊണ്ടാണ് കേട്ടോ. നല്ല വെയിലുമുണ്ട്, എന്നാലും നമ്മുടെ ഒരു പരിമിതി വെച്ച് നമ്മൾ മാക്സിമം എടുക്കുന്നുണ്ട്. കേട്ടോ, ആ കവുങ്ങിന് കയറി ഇനിയിപ്പോൾ അത് അടയ്ക്ക പറിച്ച് താഴേക്ക് ഇങ്ങനെ ഇടുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇനി വീട് നോക്കിക്കോ. അടയ്ക്ക പറിച്ചുകൊണ്ടിരുന്ന ആളല്ലേ, എന്താ പേരെന്താ? വിനീഷ്. വിനീഷാണിത്. വിനീഷ് ആ തളപ്പെന്ന് കാണിക്കും. വിനീഷേ, ഇതാണ് കാലിട്ട് കയറുന്ന തളപ്പ്. ഇത് പ്ലാസ്റ്റിക് ചാക്കിന്റെ അല്ലേ? ആദ്യം ഇത് കയറും അങ്ങനത്തെ സാധനമൊക്കെ അല്ലേ ഉപയോഗിച്ചത് അല്ലേ? ഇപ്പൊ മോഡേൺ ആയി, എല്ലാം മോഡേൺ ആയി. എവിടെ കത്തി നോക്കട്ടെ വിനീഷിന്റെ? ഇതുണ്ടോ, ഇതാണ് അടയ്ക്ക. അടിപൊളി കത്തിയാണല്ലോ വിനീഷേ, മുറിച്ചാണല്ലോ. ഇതുണ്ടോ, ഇതാണ് വിനീഷിന്റെ ആയുധം. ഇത് വെച്ചിട്ട് അപ്പൊ കുറെ കാലമായോ ഇത് കയറാൻ തുടങ്ങിയിട്ട്? ആണല്ലേ? എത്ര വലിയ കവുങ്ങിലും കയറും? ആണ്. അത്യാവശ്യം കുറച്ച് ദൂരമാണെങ്കിലും നമുക്ക് ആടി എത്താം അല്ലേ? എത്താം അല്ലേ? മാക്സിമം നമ്മൾ ഒരെണ്ണത്തെ കയറിയിട്ട് ആണല്ലേ? മാക്സിമം ഒരെണ്ണത്തെ കയറിയിട്ട് ആ പറമ്പ് തോട്ടം മുഴുവൻ അങ്ങനെ തന്നെ ആയിരിക്കും കയറുക അല്ലേ? ഈ കയറി ഇറങ്ങുന്നേക്കാളും എളുപ്പം അതാണല്ലേ? എന്തായാലും ഉഷാറാട്ടെ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അടർത്തുന്ന ഒരു പ്രത്യേക രസമാണ്. ഇതുണ്ടോ, അത് തല്ലിക്കൊഴിക്കുകയാണ് ചെയ്യുക. ഇതുണ്ടോ, ഇങ്ങനെ അവിടെ നിന്ന് തന്നെ അടിച്ച് അടയ്ക്ക വേർതിരിച്ച്
അതിൻ്റെ മടൽ വേർതിരിച്ചെടുക്കുകയാണ്. ഇങ്ങനെയാണ് അടയ്ക്ക പൈങ്ങ വിളവെടുക്കുന്നത്. അടയ്ക്ക വിളവെടുക്കുന്നത് നമുക്ക് പറയാം. അപ്പോൾ ഇതുണ്ട്, ലോങ്ങിൽ നിന്നൊക്കെയാണ് ഈ അടയ്ക്ക പറിച്ചെടുക്കുന്നതെങ്കിൽ അത് അവിടെ നിന്ന് ഇങ്ങനെ പെറുക്കിയെടുത്ത് പണിക്കാർ ഇവിടേക്ക് തല്ലി കൊഴിക്കാനായിട്ട് കൊണ്ടുവരികയാണ്. ഇത് നേരെ അങ്ങോട്ട് കൊണ്ടുപോകണം ഏട്ടാ, മുകളിലേക്ക് കൊണ്ടുപോവാ. അത് ശരി, അങ്ങനെ അങ്ങനെ മുകളിലേക്ക് കൊണ്ടുപോകും. ഇത് താഴെ ഒരു ഗുദാമ് പോലത്തെ സ്ഥലമാണ്, ഒരു കൊല്ലിയിലാണ് ഈ കവുങ്ങുന്തോട്ടമുള്ളത്. ഇനി കുന്ന് കയറി പോകണം. അപ്പം നമ്മൾ അവിടുന്ന് പൈങ്ങ പറിക്കുന്നതും അവിടുന്ന് അടർത്തുന്നതൊക്കെ കണ്ടില്ലേ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ഓരോ വീടുകളിലേക്ക് ഇങ്ങനെ പൊളിക്കുന്ന ഒരുപാട് അമ്മമാരുണ്ട്, ചേച്ചിമാരുണ്ട്, അവരുടെ അടുത്തേക്ക് കൊണ്ടുവരികയാണ്. അപ്പോൾ അവർക്ക് ഇത് കണ്ടോ ചാക്കിൽ ഇങ്ങനെ കൊടുക്കുകയാണ്. അപ്പോൾ അവരിത് പൊളിക്കുന്ന രീതിയാണ് കാണുന്നത്. ഇതുണ്ട്, ഭയങ്കര എക്സ്പീരിയൻസ് വേണം ഇത് പൊളിക്കാനേ. കയ്യിൽ കണ്ടോ ഗ്ലൗസ് ഒക്കെ ഇട്ടിട്ടാണ് ഇത് പൊളിക്കുന്നത്. അതുകൊണ്ട് ഇങ്ങനെ പൊളിച്ചെടുക്കുകയാണ്. അമ്മേ, ഇതെങ്ങനെയാണ് കിലോയ്ക്കാണ് റേറ്റ് വരുന്നത്? അപ്പോൾ ഇപ്പോൾ ഉള്ള റേറ്റ് എന്ന് പറയുന്നത് 1 കിലോയ്ക്ക് 13 രൂപയാണ് ഇത് പൊളിച്ചു കൊടുക്കുന്നത്. അപ്പോൾ അത് നമ്മുടെ എക്സ്പീരിയൻസ് പോലെ, നമ്മുടെ സ്പീഡ് പോലെ ഉണ്ടാവും. ഇത് ശരാശരി എത്രയൊക്കെ പൊളിക്കും താത്ത ഒരു ദിവസം? 30, 35. അടക്കയുടെ ഇതുപോലെ ഉണ്ടാവും അല്ലേ? ഏകദേശം എന്തായാലും 35 കിലോ പൊളിക്കും അല്ലേ? ശരാശരി 35 കിലോ ഒക്കെ പൊളിക്കുമെന്നാണ് ഇവർ പറയുന്നത്. ഇതുണ്ടോ, ഇങ്ങനെയാണ് പൊളിക്കുന്നത്. ഒരുപാട് പേരുണ്ട് ഇവിടെ, അമ്മമാരൊക്കെ ഉണ്ട്. ഈ ചേച്ചിമാരൊക്കെ ഇവിടെ ഇരുന്ന് പൊളിക്കുന്ന കാഴ്ചയാണ്. അപ്പോൾ ഇവർ രാവിലെ ഇങ്ങോട്ട് വരികയാണ്, ഒരു വീട്ടിൻ്റെ മുറ്റത്തേക്ക് അടക്കി കൊണ്ടുവന്നിട്ട് കൊടുക്കും. അതിങ്ങനെ പൊളിച്ച് എടുക്കുകയാണ്. വൈകുന്നേരം ആകുമ്പോഴത്തേക്കും നമ്മുടെ സ്പീഡ് പോലെ 30-35 കിലോ ഒക്കെ പൊളിച്ചെടുക്കും എന്നുള്ളതാണ്. അപ്പോൾ ഇത് തൂക്കി എത്രയാണോ അവരൊരു പൊളിച്ചത് അതിനുള്ള പൈസ കൊടുക്കുക ചെയ്യുക. ഇനി ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പൈങ്ങ എല്ലാം കൂടെ നമ്മൾ നേരെ വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് തന്നെ കടയിലേക്ക് എത്തിക്കും. ഇത് ഒരു ദിവസത്തിൽ കൂടുതൽ വെക്കാൻ പറ്റില്ല അല്ലേ, കറുത്തു പോകും അല്ലേ? അപ്പോൾ ഇന്ന് പൊളിക്കുന്ന സാധനം ഇന്ന് തന്നെ നമ്മൾ കടയിലേക്ക് എത്തിക്കണം എന്നുള്ളതാണ്. നമ്മൾ പറഞ്ഞ പോലെ ഇതുണ്ട്, ഒരുപാട് പൈങ്ങയാണ് നമ്മൾ ഈ വൈകുന്നേരം ആയി കഴിഞ്ഞപ്പോൾ ഈ മലഞ്ചരക്ക് കടയിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ ഇത് ഇവിടുന്ന് തൂക്കി റേറ്റ് എങ്ങനെയാണെന്ന് നോക്കിയിട്ടാണ് നമ്മൾ ഇത് ഈ മലഞ്ചരക്ക് കടയിലേക്ക് കൊടുക്കുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ട് ഇങ്ങനെ ഒരുപാടാണ് കൂട്ടിയിട്ടിരിക്കുന്ന കാഴ്ച നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. അപ്പോൾ ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പാൻ മസാല, അതുപോലെ പെയിന്റിന്റെ ഒക്കെ ഒരു മെയിൻ ഇൻഗ്രീഡിയൻസ് ആണ് ഈ പൈങ്ങ എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഇത് പ്രോസസ്സ് ചെയ്യുന്നത് കർണാടക അതുപോലുള്ള സ്ഥലങ്ങളിലാണ് ഇതിന്റെ ബാക്കി പ്രോസസ്സിങ്ങും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അപ്പം നമുക്ക് പറ്റുമെങ്കിൽ അവിടെ ഒന്ന് പോയി നോക്കിയിട്ട് എങ്ങനെയാണ് ഇതിന്റെ ബാക്കി പ്രവർത്തനം കൂടെ നമുക്കൊന്ന് കണ്ടു നോക്കാന്നുള്ളതാണ്. നമ്മൾ ഈ മലഞ്ചരക്ക് കടയിലെ ചേട്ടനെ ഒന്ന് പറ്റിപ്പെടാണ്. ചേട്ടന്റെ പേരെന്തായിരുന്നു? KM പൗലോസ് അല്ലേ? നമ്മുടെ കടയുടെ പേരെന്താ? ഗ്രീൻലാൻഡ് സ്പേസസ് അല്ലേ? അപ്പൊ ചേട്ടാ ഇത് എങ്ങനെ ഇതിന്റെ റേറ്റ് വരുന്നത്? എങ്ങനെയാ റേറ്റ്? തൊണ്ടോട് കൂടി വരുന്നതിന് 80 രൂപ, 50 രൂപ, 51. പിന്നെ നമ്മൾ പൊളിച്ചുകൊണ്ടിരുന്നാണെങ്കിൽ ഇപ്പൊ 180 ആണ് ഇന്നത്തെ മാർക്കറ്റ്. പിന്നെ കൂടിയും കുറഞ്ഞു അങ്ങനെ ആയിരിക്കും അല്ലേ? അപ്പൊ ഇത് ശരിക്കും എന്തിനാണ് ഇത് പോകുന്നത്? എങ്ങനെ ഈ പാന്തറാഗ് പിന്നെ വെട്ടി ഉണങ്ങൽ പല രീതികളിൽ ഉണങ്ങി പ്രോസസ് ചെയ്ത് പോകും. പിന്നെ പെയിന്റിന്റെ ആവശ്യത്തിനുണ്ട്. അപ്പൊ ഇതെവിടെ ശരിക്കും ഫാക്ടറിന്റെ പ്രോസസ്സിംഗ്? കർണാടകയിലാണ്. അപ്പൊ ഇവിടുന്ന് എങ്ങനെ അവര് മൊത്തത്തിൽ വന്ന് കൊണ്ടുപോകും അല്ലെ? അതാ ദിവസം കയറ്റി പോവാണ്. ഇത് വൈകാൻ പാടില്ല തോന്നുന്നല്ലേ? വൈകാൻ പാടില്ല. ഇന്ന് എടുക്കുന്ന ഇന്ന് തന്നെ കയറി പോകും, ഇല്ലെങ്കിൽ ഇതിന് എന്തോ കളർ കേടായി പോകും. അപ്പൊ ഇങ്ങനെയാണ് ഈ പൈങ്ങയുടെ ഒരു ഇവിടം വരെയുള്ള ഒരു പ്രോസസ്സിങ്. ഇനിയിപ്പോ ഇത് വലിയ ഫാക്ടറിയിലേക്ക് കൊണ്ടുവന്ന് മറ്റുള്ള കാര്യങ്ങളൊക്കെയാണ് ചെയ്യുന്നത്. നമുക്ക് പറ്റുമെങ്കിൽ ആ ഫാക്ടറിയിൽ ഒന്ന് പോയിട്ട് എങ്ങനെയാണ് ഇതിന്റെ പ്രോസസ്സിംഗ് കൂടെ കാണാം. എന്തായാലും ഒരുപാട് സന്തോഷം ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞു തന്നെ. ഇപ്പൊ ഒരു 7 മണിയോട് കൂടി ഈ മലഞ്ചരക്ക് കടയിൽ നിന്ന് വലിയ ലോഡാക്കുന്ന ഒരു കാഴ്ച കൂടെ നമുക്ക് കാണാൻ കഴിയുന്നുള്ളതാണ്. അപ്പോൾ ഇതുണ്ട്, ഒരുപാട് ആളുകൾക്കാണ് ഈ ഒരു രീതിയിൽ ഇവിടെ ജോലി കിട്ടുന്നത്. അതായത് നമ്മൾ രാവിലെ തൊട്ട് കണ്ടല്ലോ, ഇത് കവുങ്ങയിൽ കയറി പറിക്കുന്ന ഒരുപാട് തൊഴിലാളികൾ, പിന്നെ അത് പൊളിക്കുന്ന തൊഴിലാളികൾ, അത് ഈ മലഞ്ചരക്ക് കടയിലേക്ക് കൊണ്ടുവരുന്ന ഒരുപാട് തൊഴിലാളികൾ, അത് കഴിഞ്ഞ് ഇവിടുന്ന് ലോഡ് കയറ്റുന്ന തൊഴിലാളികൾ. ഇതുണ്ട്, ലോഡ് കയറ്റി ആ വലിയ വണ്ടിയിലേക്ക് കയറ്റിയാണ്. ഇനി ഇത് കർണാടകയിലേക്കാണ് പോകുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇത് പെയിന്റ് ഫാക്ടറിയോ അതുപോലെ ഏതൊക്കെയോ കമ്പനികളിലേക്കാണ് പോകുന്നത്. ഇത്തരത്തിലുള്ള ഒരുപാട് ആളുകൾക്ക് ജോലി കിട്ടുന്ന ഒരു കാര്യം കൂടിയാണ് നമ്മുടെ ഈ പൈങ്ങ പറിക്കലും ഈ ഒരു സീസൺ കൃഷി എന്നുള്ളത്. അപ്പൊ ഇത്തരത്തിലുള്ള വ്യത്യസ്തമായ കൃഷി രീതികളും കാഴ്ചകളും ഒക്കെയാണ് ജിത്തൂസ് ജേർണി എന്ന ചാനലിലൂടെ നമ്മൾ സ്ഥിരമായിട്ട് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇന്നത്തെ ഈ നാടൻ രീതിയിൽ പൈങ്ങ പറിക്കുന്ന കാഴ്ചകൾ നിങ്ങൾക്ക് വളരെ ഇഷ്ടമായില്ലേ? അതുപോലെ അത് പൊളിക്കുന്നത്, അത് കടയിൽ കൊടുക്കുന്നത്, അങ്ങനെയാണ് ഇതിന്റെ ഒരു പ്രോസസ്സിങ് നടക്കുന്നത്. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുകയാണ്. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ രേഖപ്പെടുത്തണം എന്നുള്ളതാണ്. അപ്പൊ ഇനിയും പുതിയ വീഡിയോകളുമായി ഞാൻ എത്തുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ.